അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കീഴിൽ ഫയലുകൾ കുന്നുകൂടുന്നതിനെതിരെ പ്രതിഷേധം. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിരുത്തരപരമായ സമീപനത്തിനെതിരെ പോസ്റ്റർ പതിപ്പിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. മൂവാറ്റുപുഴ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കീഴിൽ ഫയലുകൾ കുന്നുകൂടുന്നതിനെതിരെ പരസ്യ പ്രതിഷേധം. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ദയവ് ചെയ്ത് ആരും ഇങ്ങോട്ട് വരരുത്, ഞങ്ങളെ കൊണ്ട് ആവില്ല, എഞ്ചിനീയറിംഗ് വിഭാഗം എന്ന രീതിയിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിരുത്തരപരമായ സമീപനത്തിനെതിരെ നഗരസഭാ കൌൺസിലർ അജി മുണ്ടാട്ടാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പോസ്റ്റർ പതിച്ചത്. ഫയലുകളിൽ നേരിടുന്ന കാലതാമസത്തിനെതിരെയാണ് പരസ്യ പ്രതിഷേധം നടത്തിയതെന്ന് കൌൺസിലർ അജി മുണ്ടാട്ട് പറഞ്ഞു. നഗരസഭയുടെ നടപടികളിൽ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് അജി മുണ്ടാട്ട് പറഞ്ഞു. ഏതാണ്ട് കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായിട്ട് LDFിൻ്റെ സർക്കാർ LDFിൻ്റെ ഭരണസമിതിയായിരുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ തവണ മാത്രമാണ് UDF ഭരണത്തിൽ വന്നത്. UDF ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും മനോഹരമായിട്ട്, അതായത് നമ്മൾ ഏറ്റവും സാമ്പത്തികമായിട്ട് മുന്നോട്ട് വെക്കുമ്പോഴും ഏറ്റവും മനോഹരമായിട്ട് ഈ പട്ടണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനത്തിലും റോഡുകളായിട്ടാണെങ്കിലും തെരുവുകളായിട്ടും എല്ലാം. പക്ഷേ ഇതിനെല്ലാം തുരങ്കം വയ്ക്കുന്ന ഒരു പരിപാടിയാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടുന്ന് ഒരു AE ട്രാൻസ്ഫറായിപ്പോയി. അവരുടെ ലോഗിനിൽ തന്നെ ഏതാണ്ട് 600 ഫയലുകൾ പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഒരു AEനെ ഇവിടുന്ന് ട്രാൻസ്ഫറാക്കി പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞിട്ട് പുതിയൊരു AE വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 ദിവസം ലീവാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ പദ്ധതികൾക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നു. അതിലൊക്കെ ഉപരി പദ്ധതി പോകണമെങ്കിൽ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, നാശം വന്നു പോകട്ടെ. പക്ഷേ ജനങ്ങളുണ്ട്, സാധാരണക്കാർക്ക് വീട് പണിയാനാണെങ്കിലും ബിൽഡിങ് പണിയാനാണെങ്കിലും ഒരു പെർമിറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത നൂലാമാലകൾ പറഞ്ഞ് അവരെ ഏതെങ്കിലും വിധേന മനസ്സ് മരവിപ്പിച്ച്, അതായത് ഭരണസമിതിയുടെ പ്രശ്നമാണെന്നും വരുത്തി തീർത്തുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് ഇപ്പോൾ ഈ കാണിച്ചത്. കെട്ടിട നിർമ്മാണ അനുമതിക്കായി സാധാരണക്കാർ ഓഫീസുകൾ നിരവധി തവണ കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ ഭരണസ്വാധീനമുള്ളവർക്ക് കെട്ടിടത്തിന്റെ നിർമ്മിതിയിൽ അനധികൃതമായും നിയമവിരുദ്ധമായും അനുമതി നൽകുന്നുണ്ടെന്നും അജി മുണ്ടാടൻ ആരോപിച്ചു. ഏറ്റവും കൂടുതൽ അനധികൃത നിർമ്മാണം നടത്തിയത് ആ ബിൽഡിങ്ങിന് നമ്പർ ഇട്ട് കൊടുത്തു. എന്നാൽ ഒരു സാധാരണക്കാരന് ആ നമ്പർ ഇട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൌൺസിലർ പതിച്ച പോസ്റ്റർ മണിക്കൂറുകൾക്കുള്ളിൽ കീറിയ നിലയിലുമാണ് കാണപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.